ഹായ് ഗൈസ്, മാർക്കറ്റ് മേസ്റ്ററിൻ്റെ പുതിയൊരു ലേണിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിരിക്കും. ഹോട്ടസ്റ്റ് സെക്ടർ, അതായത് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവ്സ് ചെയ്യുന്ന സെക്ടർ ഏതാണെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും എന്നാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരാനാണ് ഞാനിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി ഹോട്ട് സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ബുൾ റണ്ണിലും ഒരു സെക്ടർ ലീഡിങ് ആയിരിക്കും. മിക്കവാറും സമയങ്ങളിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഒരു ബുൾ റണ്ണിൽ ലീഡ് ചെയ്യുന്ന സെക്ടർ ആയിരിക്കില്ല അടുത്ത ബുൾ റണ്ണിൽ ലീഡ് ചെയ്യുന്നത്. അടുത്ത ബുൾ റണ്ണിൽ നമ്മൾ വിചാരിക്കാത്ത സെക്ടേഴ്സ് ആയിരിക്കും പൊങ്ങി വരിക, എന്നിട്ട് ആ സെക്ടറിലുള്ള സ്റ്റോക്സ് ആയിരിക്കും ലീഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 2024 ബുൾ മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു 2024 നിഫ്റ്റി ഈ ലോയിൽ നിന്ന് ഹൈയിലേക്ക് 16% റാലി ചെയ്തു. ഈ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഹോട്ട് സെക്ടർ എന്ന് പറയുന്നത് എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് ആണ്. അപ്പോൾ ഈ എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസിലെ സ്ട്രോങ്സ്റ്റ് സ്റ്റോക്സിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്സിനെ നമുക്ക് ട്രേഡ് ചെയ്ത് കാശ് കൂടുതൽ ഉണ്ടാക്കാം. ബേസിക്കലി ഈ സ്ട്രോങ് സെക്ടേഴ്സിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ സ്ട്രോങ് സെക്ടർ സ്റ്റോക്സിനെ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ റിട്ടേൺസും ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, കൊച്ചിൻ ഷിപ്പ്യാർഡ് എയ്റോസ്പേസ് ഡിഫൻസ് സ്റ്റോക്കായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ്. നോക്കൂ എന്ത് ക്ലീൻ ആയിട്ടാണ് ഇവ മൂവ് ചെയ്യുന്നത്. ഫ്രം ദ ലോ എത്ര പെർസെൻറ്റേജ്, 134% മൂവ് ചെയ്തു. മാസഗോൺ ഡോക്ക് സെയിം സെക്ടർ സ്റ്റോക്കാണ്. മാസഗോൺ സ്റ്റോക്ക് ഷിപ്പിംഗ് സെക്ടർ 141%. ഇത് എങ്ങനെ ട്രേഡ് ചെയ്യുന്നുള്ളതൊക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. BEL കുറച്ച് ചോപ്പിയാണ്, സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് അപ്പ്. GRSC നോക്കൂ സെയിം പാറ്റേൺ, റൈറ്റ്, 126%. BEML മേ ബി കുറച്ച് ചോപ്പി ആയിരിക്കാം, അതെ കുറച്ച് ചോപ്പി ആയിരുന്നു. പാരസ് ഡിഫൻസ് നോക്കൂ, ഫ്രം ദ ലോ ടു ദ ഹൈ 100%. സോ ഈ മൂവ്സ് എല്ലാം ഏകദേശം ഒരേ സമയത്താണ് വന്നത്. ആ ഒരു 2024 ബുൾ റണ്ണിൻ്റെ സമയത്താണ് വന്നത്. അതും ഈ മൂവ്സ് എല്ലാം വരുന്നത് സെയിം സെക്ടറിലെ സ്റ്റോക്സിൽ നിന്നാണ്. അതായത് വളരെ ഈസി ആയിരിക്കും നിങ്ങൾക്കപ്പോൾ ഒരു അനാലിസിസ് ചെയ്യാൻ. ബേസിക്കലി മാർക്കറ്റിലേക്ക് പോയിട്ട് ഫാസ്റ്റ് മൂവ് ചെയ്യുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഹോട്ടസ്റ്റ് സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പല രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് മാർക്കറ്റ് സ്മിത്ത് ഇന്ത്യ എന്ന ടൂൾ ഉണ്ടെങ്കിൽ മാർക്കറ്റ് സ്മിത്തിൽ വന്നിട്ട് ഐഡിയ ലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ മാർക്കറ്റ്സിൽ ചെന്ന് കഴിഞ്ഞിട്ട് 191 ഇൻഡസ്ട്രി ഗ്രൂപ്പ്സ് ഉണ്ട്. സോ ഇൻഡസ്ട്രി വൈസ് കറണ്ട് റാങ്കിങ് അവർ തന്നിട്ടുണ്ടാവും. ആ റാങ്കിൽ വെച്ച് ടോപ്പ് ഏറ്റവും കൂടുതൽ പെർഫോമിങ് ചെയ്യുന്ന സ്റ്റോക്സ് ഉള്ള സെക്ടർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ആണ്. ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗിൽ ഏറ്റവും സ്ട്രോങ് ആയ സ്റ്റോക്സ് ഏതൊക്കെയാണ്. സോ ബേസിക്കലി ഇപ്പോൾ ഒരു ബുൾ റൺ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന സെക്ടർ ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെക്ടറിലെ സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് എന്തുകൊണ്ട് മേ ബി അതിനൊരു ഫണ്ടമെൻ്റൽ സ്റ്റോറി ഉണ്ടായിരിക്കും ആ സ്റ്റോക്സ് മൂവ് ചെയ്യാൻ വേണ്ടി. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ട്രേഡ് ചെയ്തുള്ളൂ. കാരണം നമുക്കറിയാം സ്ട്രോങ് സെക്ടർ ഏതാണെന്ന്. ആ സെക്ടറിൽ ഉള്ള സ്ട്രോങ് സ്റ്റോക്സ് നമ്മൾ കണ്ടുപിടിച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ഓൾറെഡി സ്ട്രോങ് സെക്ടറിൻ്റെ ഒഴിച്ച് മാർക്കറ്റ് പോസിറ്റീവാണ്. പിന്നെ ഇതിൽ സ്ട്രോങ് സ്റ്റോക്സിനെ കണ്ടുപിടിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. സോ അപ്പോൾ ബേസിക്കലി 2024 ബുൾ റണ്ണിൽ നമുക്ക് ലീഡ് ചെയ്തത് ഏത് സ്റ്റോക്സ് ആയിരുന്നു? പാരസ് ഡിഫൻസ്, GRSC, BEML, കൊച്ചിൻ ഷിപ്പ്യാർഡ്, മാസഗോൺ ഡോക്ക് എന്നീ സ്റ്റോക്സ് ഒക്കെയായിരുന്നു നമുക്ക് ലീഡ് ചെയ്തിരുന്നത്. കാരണം ആ സമയത്ത് അതായിരുന്നു തീം. അപ്പോൾ ബേസിക്കലി ഇപ്പോഴത്തെ ഒരു പുതിയൊരു ബുൾ റൺ വന്നപ്പോൾ ഇവരെയൊക്കെ നോക്കി, ഇവരൊന്നും അടുത്തുപോലും ഇല്ല, ഈ ഹൈസിൻ്റെ അടുത്തുപോലും ഇല്ല. ചെറിയ മൂവ്സാണ് ഇവർ തരുന്നത് ലോയിൽ നിന്ന് ഹൈയിലേക്ക്, അല്ലേ? ഇത് ഓൾറെഡി ലൈക്ക് 52 വീക്ക് ലോൻ്റെ ആ സൈഡിൽ കിടന്ന് കറങ്ങാണ്. ഓൾ ടൈം ഹൈൻ്റെ നിന്ന് അടുത്തുപോലും ഇല്ല ഇവരൊന്നും. സോ ബേസിക്കലി അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വീണ്ടും വരുന്നത്, എല്ലാ ബുൾ മാർക്കറ്റും ലീഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സെക്ടർ ഉണ്ടായിരിക്കും. 90% ഓഫ് ദ സമയത്തും പഴയ ബുൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന വിന്നേഴ്സ് ആയിരിക്കില്ല പുതിയ ബുൾ മാർക്കറ്റിൽ. ബിക്കോസ് സെക്ടർ ചേഞ്ച് ചെയ്യും, അതായത് ട്രെൻഡിങ് തീം ഓർ സെക്ടർ ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മാസഗോൺ ഡോക്കും BELഉം GRSCയും 2024 വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ട് 2026 വരുമ്പോൾ അവ മൂവ് ചെയ്യാത്തത്. സോ 2024 നല്ല മൂവ്സ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിയേക്കാം എന്ന് വിചാരിച്ച് ഈ സ്റ്റോക്സൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ലോസസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതിന് പകരം 2026 ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സ്റ്റോക്സ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട്
ആ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാം ചാൻസ് കൂടുതലാണ്. സോ ഒരു സെക്ടർ അല്ലെങ്കിൽ ഒരു സെക്ടർ ഞാനിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന സെക്ടർ എന്ന് പറഞ്ഞാൽ അത് ഒപ്റ്റിക് ഫൈബർ കേബിൾ ഉണ്ടാക്കുന്ന സ്റ്റോക്സ് നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. കാരണം ഓൾറെഡി ഇന്ത്യയിൽ 5G കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് AI ഫാസ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡേറ്റ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിൻ്റെ ആവശ്യമുണ്ട്. സോ മേ ബി നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ChatGPT പോകുന്നു വൈ ആർ ഒപ്റ്റിക് ഫൈബർ കേബിൾ മേക്കിംഗ് companies moving fast in Indian market എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും optical fiber cable companies in India are moving fast mainly because the market believes they are becoming a major AI infrastructure theme. So basically AI infrastructure theme ആയിട്ട് വരുന്നുണ്ടെന്നാണ് മാർക്കറ്റ് വിചാരിക്കുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ AI ഡേറ്റാ സെൻറ്റേഴ്സ് നീഡ് മാസീവ് ഫൈബേഴ്സ്. സോ ഡേറ്റാ സെൻറ്റർ തീമാണ്, AI തീമാണ്. ഓൾറെഡി AI തീം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബുള്ളിഷാണ്. ഒരു AI കമ്പനി എന്ന നിലയിൽ ഇന്ത്യയിൽ നിന്ന് നല്ല സ്റ്റോക്സ് ഇല്ലെങ്കിലും ഒരു AI ഡേറ്റാ സെൻറ്ററിന് വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഇതിൻ്റെ ബേസിക്കലി AIൻ്റെ സബ് സെക്ടറിലേക്ക് വരുമ്പോൾ അതിൻ്റെ AIക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് മെയിനായിട്ട് AIക്ക് ഡേറ്റാ സെൻറ്റേഴ്സ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് ആ ഡേറ്റാ സെൻറ്റേഴ്സ് റൺ ചെയ്യാൻ മാസീവ് ഫൈബേഴ്സ്, ഒപ്റ്റിക് ഫൈബേഴ്സ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തീമിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനീസ് അല്ലെങ്കിൽ ഒരു ഹാൻഡ്ഫുൾ ഓഫ് കമ്പനീസ് നമുക്ക് ഈസിലി സ്പോട്ട് ചെയ്യാൻ പറ്റും. Every AI data centers need extremely high speed communication between GPU servers, strong, okay. Copper cables are becoming inefficient at those speeds, so fiber optics are becoming the backbone of AI infrastructure. So a data center can require 10x to 3x more optical fiber compared to traditional cloud data center. So basically AI എല്ലായിടത്തും വന്നു തുടങ്ങുമ്പോൾ, AIൻ്റെ ഒരു ബൂം വന്നു തുടങ്ങുമ്പോൾ ട്രഡീഷണൽ ക്ലൗഡ് ഡേറ്റാ സെൻറ്ററിനെ വെച്ച് നോക്കുമ്പോൾ 10x 3x മോർ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ബേസിക്കലി ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ടാക്കുന്ന കമ്പനീസ് കൂടുതൽ ഓർഡർ കിട്ടും, അപ്പോൾ അവർ കൂടുതൽ കാശ് ഉണ്ടാക്കും. സോ ദാറ്റ് ഈസ് വൈ സ്റ്റോക്സ് ലൈക്ക് HFCL, സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ആൻഡ് വിന്ധ്യ ടെലിലിങ്ക്സ് ആർ ഗെറ്റിംഗ് റീറേറ്റഡ് ബൈ ദ മാർക്കറ്റ്. സോ ബേസിക്കലി HFCL എന്ന സ്റ്റോക്ക് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും HFCL മേ ബി 100% മൂവ് April to May ചെയ്തിട്ടുണ്ട്. സ്റ്റെർലൈറ്റ് ടെക്നോളജീസും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും മാർക്കറ്റ് ലീഡേഴ്സായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. വിന്ധ്യ ടെലിലിങ്ക്സ് ഞാൻ ഈ സ്റ്റോക്ക് ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. സോ ഒബ്വിയസ്ലി പക്ഷേ ഈ രണ്ട് സ്റ്റോക്സും മാർക്കറ്റ് ലീഡേഴ്സാണ് ഇപ്പോൾ, റൈറ്റ്. ഇപ്പോൾ വാങ്ങാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ വാങ്ങാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെയധികം സ്ട്രെസ്ഡ് അപ്സൈഡാണ്, ഒരു കൺസോൾട്ടേഷൻ ഒന്നുമില്ലാതെ സ്ട്രെയിറ്റ് നേരെ പോവുകയാണ്. പിന്നെ ഇതാണ് ഒരു കേസ് AI ഡേറ്റാ സെൻറ്റർ. പിന്നെ രണ്ടാമത്തെ ഗ്ലോബൽ ഹൈപ്പർ സ്കെയിലേഴ്സ് ആർ സ്പെൻഡിങ് അഗ്രസീവ്ലി. അതായത് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, മെറ്റ, ആമസോൺ ആർ ബിൽഡിങ് AI റെഡി ഹൈപ്പർ സ്കെയിൽ ഡേറ്റാ സെൻറ്റേഴ്സ് ഗ്ലോബലി. സോ ബേസിക്കലി ഈ കമ്പനികളൊക്കെ AI റെഡി ഡേറ്റാ സെൻറ്റേഴ്സ് ഗ്ലോബലി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് വേണം? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് വേണം. അപ്പോൾ അത് ആര് കൊടുക്കും? ബേസിക്കലി അതിൻ്റെ ചെറിയ ഓർഡേഴ്സ് അറ്റ്ലീസ്റ്റ് HFCL ആൻഡ് സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് എന്ന കമ്പനി അല്ലെങ്കിൽ വിന്ധ്യ ടെലിലിങ്ക്സ് എന്ന കമ്പനീസിന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. So that creates a huge demand for fiber cables, data center interconnectors, high density networking and optical transmission system. So ഈ കാര്യങ്ങൾക്കൊക്കെ ഡിമാൻഡ് കൂടും, റൈറ്റ്. സോ ബേസിക്കലി ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കമ്പനീസ് ഏതുണ്ട് നിങ്ങൾക്ക് റിസർച്ച് നോക്കിയിട്ട് ആ കമ്പനീസ് എങ്ങനെയുണ്ട് മൂവ്മെൻറ്റ് എന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ 5G ആൻഡ് ഭാരത് നെറ്റ് ആൻഡ് FTTH എക്സ്പാൻഷൻ. സോ ഇന്ത്യയിൽ ഒരു മാസീവ് ഫൈബർ റോൾ ഔട്ട് വരുന്നുണ്ട്. അതായത് 5G ടവറിൽ എല്ലാം ഒപ്റ്റി ഫൈബേഴ്സ് ഉപയോഗിക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഭാരത് നെറ്റ് റൂറൽ ബ്രോഡ്ബാൻഡ് എന്നുള്ള പ്ലാൻസ് വരുന്നുണ്ട്. ഫൈബർ ടു ഹോം എന്നുള്ള പ്ലാൻ വരുന്നുണ്ട്. എൻ്റർപ്രൈസ് ക്ലൗഡ് കണക്ടിവിറ്റി. ഈ കേസുകളും കൊണ്ട് തന്നെ ഇന്ത്യയിൽ തന്നെ ലൈക്ക് വിത്തിൻ ഇന്ത്യ ഓൺലി നമുക്ക് ഒരുപാട് ഒരുപാട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിന് ആവശ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ബിഗർ കമ്പനീസ് ലൈക്ക് ആമസോൺ, ഗൂഗിൾ ഇവർക്കൊക്കെ ലൈക്ക് AI റെഡി ഡേറ്റാ സെൻറ്റേഴ്സ് ഉണ്ടാക്കാൻ ഉള്ള ആവശ്യത്തിന് വേണ്ടി ഒപ്റ്റിക്കൽ ഫൈബർ ആവശ്യമാണ്. സോ ഡെഫിനറ്റ്ലി എക്സ്ട്രീംലി ഫാസ്റ്റ് മൂവ്സ് നമുക്ക് പ്രതീക്ഷിക്കാം.
സോ ദ സെക്ടർ ഹാസ് ഡൊമസ്റ്റിക് ഡിമാൻഡ്, അതായത് ഡൊമസ്റ്റിക് ഇന്ത്യയിൽ നിന്നുള്ള ഡിമാൻഡ് ഉണ്ട്, എക്സ്പോർട്ട് ഡിമാൻഡ് പുറമേ നിന്നുള്ള ഡിമാൻഡ് ഉണ്ട് ഒബ്വിയസ്ലി, പിന്നെ AI എന്ന ഓവറോൾ സിനാരിയോയിൽ നിന്നും ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഈ മൂന്നും കൂടി ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഫാസ്റ്റ് എക്സ്പാൻഡിങ് ആയിട്ടൊരു സെക്ടറാണ് ഒപ്റ്റിക്കൽ ഫൈബർ സെക്ടർ. അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. പിന്നെ നാലാമത്തെന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഓർഡർ വിൻസ് ട്രിഗേഴ്സ് മൊമെന്റ്. സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് അനൗൺസ് എ മാസീവ് ഹൈപ്പർ സ്കെയിൽ ലിങ്ക്ഡ് ഇന്റർനാഷണൽ ഓർഡർ വർത്ത് നിയർലി ₹10,000 crore ഫോർ AI ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റി. അതായത് സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ഒരു ഇൻ്റർനാഷണൽ ഓർഡർ, അതായത് 10,000 crores ഒരു ഇൻ്റർനാഷണൽ ഓർഡർ കിട്ടിയിട്ടുണ്ട്. എന്തിന്? ഈ ഒരു ഒപ്റ്റിക് ഫൈബർ ഉണ്ടാക്കി കൊടുക്കാൻ. സോ ബേസിക്കലി അവർക്ക് നല്ലൊരു ഓർഡർ ബുക്ക് ഉണ്ട്. ഓർഡർ ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് റവന്യൂ വരുന്ന ക്വാർട്ടേഴ്സിൽ നല്ല റവന്യൂ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുള്ള വക വളരെയധികം കൂടുതലാണ്. ഇത്രയും വലിയ മാസീവായൊരു ഓർഡർ ബുക്ക് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് കുറച്ചും കൂടെ നല്ല രീതിയിൽ മൂവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയും കൂടുതലാണ് അല്ലേ. ഇതിങ്ങനെയാണ് ഞാൻ അറ്റ്ലീസ്റ്റ് ഇതിനെ കണക്കാക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് ദ എൻ്റയർ OFC സോ ബേസിക്കലി ടെലികോം കേബിളിൽ നിന്ന് AI ഇൻഫ്രാസ്ട്രക്ചർ പ്ലേയിലേക്കാണ് ഈ ഒരു കമ്പനി മൂവ് ചെയ്യുന്നത്. So market is looking for AI picks and shovels. AI chip stocks became expensive globally. So basically AI chip stocks globally expensive. So investors started looking for the next layer. Power, cooling, cables, networking, transmission. Optical fiber companies are now seeing a pick and shovels for the AI boom. So basically optical fiber companies are AI boom in the base എന്നാണ് ഇവർ പറയുന്നത്. So this is similar to railway stocks in capex cycle, defense accessories in defense cycle, and power equipments in energy cycle. Okay. So ആറാമത്തെ കേസ് supply constraint and fiber shortage fears. These are also concerns about global fiber shortage. So basically ഇത്രയും വലിയൊരു ബൂം AI ഇൻഫ്രാസ്ട്രക്ചറിലും 5Gയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വലിയൊരു പേടി എല്ലാ ആൾക്കാർക്കും എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലോബലി ഒരു ഫൈബർ ഷോർട്ടേജ് വരുമെന്നാണ്. സോ അതുകൊണ്ട് ഇവർ വലിയ വലിയ ഓർഡറുകൾ കൊടുത്ത് വലിയ ക്വാണ്ടിറ്റിയിൽ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിമാൻഡ് കൂടുതലുകൊണ്ട് തന്നെ പ്രൈസ് കൂടും. സോ ബിക്കോസ് AI ഡേറ്റാ സെൻറ്റേഴ്സ് ഡിമാൻഡ് ഈസ് എക്സ്പ്ലോറിങ് ഫാസ്റ്റർ ദാൻ സപ്ലൈ. സോ ഡിമാൻഡ് ഉണ്ട് പക്ഷേ സപ്ലൈ ഇല്ല, അല്ലെങ്കിൽ സപ്ലൈ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രൈസസ് റൈസ് ആവും. പ്രൈസസ് റൈസ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആർക്കാണ് ഗുണം ചെയ്യുക? ഈ കമ്പനികൾക്കാണ് ഗുണം ചെയ്യുക. So that increases optimism of margins and probability, right? So Indian stocks benefits most. This market focusing on company. So HFCL ആണ് ഇവർ പറയുന്ന ഒരു കമ്പനി. AI networking plus OFC plus strong order books. Sterlite Technology large hyperscale AI order books. Tejas Network 5G plus networking. Vindhya Telelinks, Birla Cables, Finolex. So ഇതിൽ മേ ബി ടോപ്പ് 3 കമ്പനീസ്, അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഇതിൻ്റെയൊക്കെ ചാർട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഏതൊക്കെ കമ്പനീസിലാണ് നല്ലൊരു ബൈയിങ് കാണുന്നത്. മേ ബി നമുക്കൊരു ബുൾ മാർക്കറ്റ് April 2 6 മുതൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം. അപ്പോൾ ആ ബുൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതലും മൂവ് ചെയ്ത് ഏതൊക്കെ സ്റ്റോക്സാണ്, അപ്പോൾ ആ സ്റ്റോക്സിനെ നിങ്ങൾ കൂടുതൽ ആ സ്റ്റോക്സിനെ നമുക്ക് ലീഡറായി കാണാം. ഇതൊരു സെക്ടർ ഓഫ് സ്റ്റോക്സ് ആണ്. ഈ സെക്ടറിൽ എല്ലാ സ്റ്റോക്കും മൂവ് ചെയ്യണമെന്നില്ല, പക്ഷേ ഈ സ്റ്റോക്സിൽ എല്ലാ സ്റ്റോക്സും ഒരേപോലെ മൂവ് ചെയ്യണമെന്നില്ല. ചില സ്റ്റോക്സ് കുറച്ച് മൂവ് ചെയ്യാം, ചില സ്റ്റോക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇതിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സ്റ്റോക്സിനെ കണ്ടുപിടിച്ചിട്ട്, അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിലേക്ക് എത്തുന്ന സ്റ്റോക്സിനെ കണ്ടുപിടിച്ചിട്ട് അവയെ ചെറിയ കൺസോൾട്ടേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ അതിലെ ഒരു ബ്രേക്ക് ഔട്ട് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. മേ ബി ബ്രേക്ക് ഔട്ട്, പുൾ ബാക്ക്, എനിത്തിങ്. അങ്ങനെ എൻട്രി എടുത്തിട്ട് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് റിസ്ക്, ഓക്കെ, ഈ സെക്ടറിൻ്റെ ഇമ്പോർട്ടൻറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ദ സെക്ടർ ഈസ് ബിക്കമിങ് മൊമെൻറ്റം ഹെവി നൗ. മെനി സ്റ്റോക്സ് ആർ ഉണ്ടോ many stocks already rallied 100, 200, even 300+%. So basically സെക്ടർ ഓൾറെഡി ഹോട്ടായിട്ടുണ്ട്. മിക്ക സ്റ്റോക്സ് 100, 200, 300% വരെ റൺ ആയിട്ടുണ്ട്. സോ ഷോർട്ട് ടേം കറക്ഷൻ, ചെറിയ ഷോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഓൾറെഡി സ്ട്രെച്ച് ആയിട്ടുണ്ട് മുകളിലേക്ക്. സോ ചെറിയ കൺസോൾട്ടേഷൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. സോ ഷോർട്ട് ടേം കറക്ഷൻ ക്യാൻ be sharp if AI spending slow, order inflow disappoints, and margin weakens and valuation becomes excessive. So basically എന്തായാലും ഒരു മുകളിലേക്ക് ഒരു ഫാസ്റ്റായിട്ട് മൂവ് വന്നിട്ടുണ്ട്, അതിന് ചെറിയൊരു ഡൗൺഫോൾ ഉണ്ടാവും. ആ സമയത്ത് ഇപ്പോൾ കമ്പനീസ് AI സ്പെൻഡിങ് കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു
മേ ബി പുൾ ബാക്ക് കുറച്ചും കൂടി മോശമാവാം, അല്ലെങ്കിൽ കമ്പനീസ് കൊടുക്കുന്ന ഓർഡേഴ്സ് കുറഞ്ഞു കഴിഞ്ഞാലും പുൾ ബാക്ക് വളരെ മോശം രീതിയിൽ ഫാസ്റ്റായിട്ട് താഴത്തേക്ക് വരാമെന്ന് ഇവർ പറയുന്നുണ്ട്. സോ ബേസിക്കലി കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യരുത്, ദർ ഇസ് റിസ്ക് ഫോർ എവറിത്തിങ് എന്നാണ് ഈവൻ ചാറ്റ് GPT പോലും പറയുന്നത്. ബട്ട് സ്ട്രക്ചറലി ദ മാർക്കറ്റ് ബിലീവ്സ് AI കനോട്ട് സ്കെയിൽ വിത്തൗട്ട് ഫൈബർ ഇൻഫ്രാസ്ട്രക്ചർ. സോ AI എന്ന സാധനം സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈബർ ഇൻഫ്രാസ്ട്രക്ചർ അത്യാവശ്യമാണ്. സോ ദാറ്റ് ഈസ് ദ കോർ റീസൺ ബിഹൈൻഡ് ദ റാലി, റൈറ്റ്? സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു തീസിസ് കണ്ടുപിടിച്ച് ചെയ്യുന്നത്. സോ ഞാൻ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വൈ ആർ optic fiber cable making companies moving fast in Indian market? കാരണങ്ങൾ ഇതൊക്കെയാണ് അല്ലേ. എനിക്ക് എങ്ങനെയാണ് മനസ്സിലായി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആണ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതെന്ന്? കാരണം ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റ് നോക്കി, വാച്ച് ലിസ്റ്റിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നോക്കി. ആ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സ്റ്റോക്സിനകത്ത് അല്ലെങ്കിൽ ഓൾ ടൈം ഹൈലി നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് മേ ബി ഫ്രം ദ ലോ ടു ദ ഹൈ, ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് April 6 പറഞ്ഞു, 6 ടിൽ നൗ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സ്റ്റോക്സ് ഏതാണെന്ന് നോക്കി. ആ സ്റ്റോക്സിനകത്ത് അവയുടെ സെക്ടർ ഏതാണെന്ന് നോക്കി. ആ സെക്ടർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ സിമിലർ സെക്ടേഴ്സ് പല പല സ്റ്റോക്സും നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന ഒരു തീം മാർക്കറ്റിൽ റൺ ആവുന്നുണ്ട്. സോറി. സോ ബേസിക്കലി ഇത് പ്രോപ്പർ AI തീമാണോ എന്ന് വെച്ചാൽ അല്ല, പക്ഷേ AIക്ക് വേണ്ട സപ്ലൈ ചെയ്യുന്ന കമ്പനീസ്, അതാണ് ഇന്ത്യയിൽ മെയിനായിട്ട് വർക്ക് ചെയ്തത്. സോ AI കമ്പനി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഒരു പ്രോപ്പറായിട്ടൊരു കമ്പനി അറ്റ്ലീസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അറ്റ്ലീസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ. അറ്റ്ലീസ്റ്റ് അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവ പെർഫോം ചെയ്യുന്നില്ല. പക്ഷേ AI ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് സ്റ്റോക്സ് ആണ് ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഫൈബർ മേക്കിംഗ് കമ്പനീസ് എന്നാൽ അവർ നല്ല രീതിയിൽ ഇപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സെക്ടർ ഏതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ സെക്ടർ റിവീലേഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ മേക്കിംഗ് എന്ന സെക്ടറാണ്. സോ ബേസിക്കലി AIനോട് സംബന്ധിച്ചൊരു സെക്ടറാണ്. സോ മേ ബി ഇനി അടുത്ത AI ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള അടുത്ത കാര്യങ്ങൾ ഇപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിന് ശേഷം മേ ബി അടുത്ത സെർവർ കൂളിംഗ് സിസ്റ്റം ആയിരിക്കാം. അപ്പോൾ അതിന് ഉള്ള സ്റ്റോക്സ് ഏതാണെന്ന് വെച്ചാൽ അതും പെർഫോം ചെയ്യും. എപ്പോഴാണ് ബേസിക്കലി സ്റ്റോക്സ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവണം, ഓ ഈ സ്റ്റോക്സൊക്കെ 4-5 സ്റ്റോക്സ് നമുക്ക് ട്രെൻഡ് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവരെ സെക്ടർ ഏതാണെന്ന് ചുമ്മാ ഈ പറഞ്ഞ പോലെ ചാറ്റ് GPT വന്ന് അടിച്ചു കൊടുത്താൽ ഇവർ പറയും ഇന്ന സെക്ടറിൽ നിന്നാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ 5-6 സ്റ്റോക്സ് നമ്മുടെ വാച്ച് ലിസ്റ്റിലുണ്ട്, ഇവരെല്ലാം സെയിം സെക്ടറിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം വേറൊരു സെക്ടർ, അതിൽ AIൻ്റെ വേറൊരു സബ് സെക്ടർ ട്രെൻഡിങ്ങിലാണ്. അത് ആ സമയത്ത് മേ ബി ഒപ്റ്റിക്കൽ ഫൈബർ മേക്കിംഗ് കമ്പനീസിൻ്റെ ഈ ഒരു സെക്ടർ അത്ര നല്ല, ഇതൊരു 1-2 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യം വരുന്ന അത്ര നല്ല പൊസിഷനിലായിരിക്കില്ല. കാരണം ഓൾറെഡി നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് വീണ്ടും കൺസോൾട്ടിൻ്റെ സമയമായിരിക്കും. ആ സമയത്ത് വേറെ സെക്ടർ മുന്നോട്ട് വരാം, റൈറ്റ്? സോ ഇങ്ങനെ നമ്മൾ സെക്ടർ സ്പെസിഫിക് ആയിട്ട് സ്റ്റോക്സ് കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് സ്വിംഗ് ട്രേഡ് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് മാർക്കറ്റ് നമ്മുടെ ഒപ്പം ഉണ്ടാവും. ആ സമയത്ത് തന്നെ നമ്മൾ ഹോട്ടസ്റ്റ് സെക്ടർ കണ്ടുപിടിക്കുന്നുണ്ടാവും. ആ ഹോട്ടസ്റ്റ് സെക്ടറിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മൂവിങ് സ്റ്റോക്സിനൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ സ്റ്റോക്സിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. ഫാസ്റ്റായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസും വളരെ അധികമായിരിക്കും. അതുപോലെ തന്നെ ഞാനൊരു ന്യൂസ് കൂടെ കാണിച്ചു തരാം. സോ HFCLൻ്റെ ഒരു ന്യൂസാണ്. HFCL വിൻസ് 135.09 crore ഡിഫൻസ് നെറ്റ്വർക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ്. സോ ബേസിക് HFCLന് 135 കോടിയുടെ ഡിഫൻസ് നെറ്റ്വർക്ക് മെയിൻ്റെനൻസ് കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഷെയർസ് അപ്പ് 8% ഫ്രം ദ ബോട്ടം. സോ HFCLന് ഈ പറഞ്ഞ പോലെ സ്റ്റെർലൈറ്റ് ടെക്സിന് നേരത്തെ ഒരു കോൺട്രാക്റ്റ്, ഇൻ്റർനാഷണൽ കോൺട്രാക്റ്റ് കിട്ടിയ പോലെ തന്നെ ലോക്കലി ഡൊമസ്റ്റിക്കലി HFCLനും നല്ല കോൺട്രാക്ട്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ HFCLും മൂവ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ ഇങ്ങനെ ഇതുപോലെ തന്നെ ഇങ്ങനെ ഓർഡർ വിന്നിങ് കോൺട്രാക്ട്സും കാര്യങ്ങളുള്ള എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് മനസ്സിലാക്കി സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒന്നിനും ഒരു 100% ഗ്യാരണ്ടി എവിടെയും ആരും പറയുന്നില്ല. എല്ലാത്തിനും എന്ത് രീതിയിൽ എങ്ങനെയൊക്കെ നമ്മൾ റിസർച്ച് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താലും സ്റ്റോപ്പ് ലോസ് എന്ന സാധനം നമ്മൾ വെക്കുക തന്നെ വേണം സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ. സോ അതും കൂടെ നമ്മൾ മനസ്സിൽ ഉണ്ടാവണം. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു മേ ബി ഗ്ലോബൽ ഇഷ്യൂസോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ട് മേ ബി
ഈ ഒരു ഡിമാൻഡ് കുറഞ്ഞേക്കാം. ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ഓൾറെഡി നമ്മുടെ സൈഡിൽ ഉണ്ടായിരിക്കും കമ്പനീസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനീസിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കും. സോ അതും കൂടെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു വീഡിയോ നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന ഒരൊറ്റ സെക്ടറാണ് ഹോട്ട് തീം ഇപ്പോൾ എന്നല്ല ഞാൻ പറയുന്നത്. അതും വൺ ഓഫ് ദ ഹോട്ട് തീംസ് ആണ്. സോ വേറെ തീംസ് ഉണ്ടെങ്കിൽ ഇതുപോലെ റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ ഹോട്ട് തീം ദാറ്റ് ഐ ഫീൽ ലൈക്ക് യു ഷുഡ് ഓൾവേസ് ഹാവ് എൻ ഐ ഓൺ, റൈറ്റ്? സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മലയാളത്തിൽ ഞാൻ ഇതുവരെ സെക്ടറിനെ ഇത്രയും ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് പറയുന്ന ഒരു വീഡിയോസ് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. സോ ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ് യു അലോട്ട്. സോ ഇതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം കിട്ടുള്ളൂ. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.